41 ദിനങ്ങൾ നീണ്ടുനിന്ന കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്കു സമാപനം കുറിച്ച് മണ്ഡലപൂജയ്ക്കു ശേഷം ശബരിമല നട അടച്ചു. ബുധനാഴ്ച രാവിലെ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര്, മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ തങ്കയങ്കി അഴിച്ചുമാറ്റിയാണ് നെയ്യഭിഷേകം തുടങ്ങിയത്. ബുധനാഴ്ച രാവിലെ 9:30 നെയ്യഭിഷേകം പൂർത്തിയാക്കി. തുടർന്നായിരുന്നു മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. 25 കലഭാഭിഷേകത്തിനു ശേഷം വിശേഷാൽ കളഭാഭിഷേകം നടത്തി. ബുധനാഴ്ച രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു തങ്ക അങ്കി ചാർത്തി മണ്ഡലപൂജ. രാത്രി അത്താഴപൂജയ്ക്കു ശേഷം മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ ഭസ്മാഭിഷേകം നടത്തി. ശേഷം ജപമാലയും മുദ്രവടിയും ചാർത്തി ധ്യാനത്തിലാക്കി നടയടച്ചു. ഇനി മകരവിളക്കനായി 30-ന് വൈകിട്ട് 5-ന് നട തുറക്കും. മകരവിളക്കുകാലത്തെ പ്രധാന ചടങ്ങായ ശുദ്ധിക്രിയകൾ 13-നും 14-നും നടക്കും. ജനുവരി 15-ന് പുലർച്ചെ 2:46-നാണ് മകരസംക്രമ പൂജ. അന്നു വൈകിട്ടാണ് മകരജ്യോതി ദർശനം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.